ഹായ് നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിന്ന് ചെറിയൊരു കുക്കിങ്ങിന് പോവാണ് കേട്ടോ. കുക്കിങ്ങും ഓണമൊക്കെ അല്ലേ വരുന്നത്. നമുക്ക് ഓണസദ്യക്കുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഒന്ന് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നമ്മൾ പരിപ്പാണ് വയ്ക്കുന്നത്. പരിപ്പാണല്ലോ നമ്മൾ സദ്യക്ക് പ്രധാനമായിട്ട് വിളമ്പുന്നത്. സദ്യക്ക് മാത്രമേ ഏത് സദ്യക്കും വിളമ്പാവുന്ന ഒരു ഐറ്റമാണ്. ആദ്യം വിളമ്പുന്നതാണ് പരിപ്പ്. അപ്പോൾ നമുക്ക് പരിപ്പുണ്ടാക്കാം. ഇന്ന് സാമ്പാർ, തോരൻ, ഇത്രയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. നമുക്ക് ആദ്യമായിട്ട് പരിപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പോളിഷ് ചെയ്ത ഈ പരിപ്പുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. സ്പ്ലിറ്റ് ചെയ്ത പച്ചപ്പയറിൻ്റെ പരിപ്പും വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. വീട്ടിലുണ്ടാക്കി എടുക്കുന്നതിനെക്കാട്ടി ഈസി ഉണ്ടല്ലോ ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്ത് മണം വന്നു കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നല്ലപോലെ കഴുകി ഒരു 10 മിനിറ്റ് കുതിർത്താൽ വേകാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ കുക്കറിനകത്തിട്ട് നന്നായിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് നമ്മൾ പരിപ്പ് വേവിച്ചെടുത്തേക്കുന്നത്. ഇനി അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ചുമന്നുള്ളി, വെളുത്തുള്ളി, ഒരു മുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, ഒരു അര കപ്പ് തേങ്ങ, ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് പരിപ്പിൽ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് തിളപ്പിക്കേണ്ട. നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് വന്നു കഴിയുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഈ പരിപ്പ് നന്നായിട്ട് തിളപ്പിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ. ഇനിയും നമുക്ക് ഇതിനകത്ത് കടുക് വറുത്തിടണം. ചുമന്ന ഉള്ളി, പിന്നെ കടുക്, ജീരകമല്ല, വറ്റൽ മുളക്, കറിവേപ്പില ഒക്കെ ചേർത്ത് നന്നായിട്ട് വറുത്തിട്ടിട്ടുണ്ട്. ഞാനിത് നെയ്യിലാണ് കേട്ടോ വറുത്തത്. അപ്പോൾ നല്ല ഒരു മണവും ടേസ്റ്റും ഒക്കെയുള്ള നമ്മുടെ സദ്യയുടെ മെയിൻ ഐറ്റമായ പരിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ പടവലങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ചുമന്നുള്ളി ഇല്ല, ചുമന്നുള്ളി വേണമെങ്കിൽ എടുക്കാം, സവാള ആയാലും മതി, ക്യാരറ്റ്, ചേനയൊക്കെ എടുക്കാം കേട്ടോ, ചേനയൊക്കെ എടുക്കാം, കിഴങ്ങ്, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കിഴങ്ങുണ്ടല്ലോ, അത് ഞാൻ പിന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് തോമരപ്പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇടാം. അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ വെക്കുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. ടേസ്റ്റൊന്നും ഒരു മാറ്റവും ഇല്ല. എന്നിട്ട് നമുക്കത് ഈ ഉള്ളിയും പച്ചമുളക് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പച്ചക്കറികൾ, ക്യാരറ്റ്, ഇതുപോലത്തെ ഇതെല്ലാം നമുക്ക് പിന്നെ പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് പാകത്തിന് വെള്ളവും ചേർത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് എന്താ പറയട്ടെ, കായം കുറച്ച് ഏറെ ചേർത്ത്, ഒരുപാട് ആയിക്കൂടാ, എന്നാലും കുറച്ച് ഇത്തിരി കായത്തിൻ്റെ മണം മുന്നിൽ നിൽക്കണമെന്നാണ് സാമ്പാറിന് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 5-6 വിസിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ വേവിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ഇനി ഒരു 2 വിസിലൂടെ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ സാമ്പാർ പെട്ടെന്ന് റെഡി ആയിരിക്കും. ഞാൻ ഇതേപോലെ കിഴങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം കിഴങ്ങ് വെന്തുടഞ്ഞു പോകും മറ്റേ തരത്തിലിട്ട് കഴിഞ്ഞാൽ. ഇപ്പം നമുക്ക് ഇത് വെന്തോന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കിഴങ്ങ് ചേർക്കാം. കിഴങ്ങും മുരിങ്ങയ്ക്കൊക്കെ ഈ സമയത്ത് ചേർക്കാം കേട്ടോ. എന്നിട്ട് 1 വിസിൽ മതിയാവും, അല്ല 2 വിസിൽ, അതിലപ്പുറം വേണ്ട. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതെല്ലാം വെന്തിട്ടുണ്ട്, നല്ല വൃത്തിയായിട്ട് റെഡിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൗഡർ ചേർക്കാം. ഞാനിത് ഉണ്ടാക്കിയ സാമ്പാർ പൗഡറൊന്നും അല്ല കേട്ടോ, ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ച സാമ്പാർ പൗഡറാണ്. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ഇതിന് ഞാൻ വാങ്ങിക്കുന്ന സാമ്പാർ പൊടിയാണ് ചേർക്കാറ്. അപ്പോൾ ഇതും റെഡിയാക്കി ഇനി ഒരേ ഒരു വിസിൽ, ഞാൻ പറഞ്ഞല്ലോ 1-2 വിസിലിട്ട് കഴിഞ്ഞാൽ സാമ്പാർ റെഡി. ഇനിയും ഇതുപോലെ വെണ്ടയ്ക്ക, വഴുതനങ്ങയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ എണ്ണയിൽ വഴറ്റി ചേർത്താൽ പൊടിഞ്ഞൊന്നും പോകത്തില്ല, നല്ല മണവും ടേസ്റ്റും ആയിരിക്കും. ഇനി എനിക്ക് മല്ലിയില ഇടുന്ന ഇഷ്ടമാണ് സാമ്പാറിൽ, അതുകൊണ്ട് ഞാൻ ഇത്തിരി മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട്. അതിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർ അതങ്ങ് മാറ്റിയേക്കണം. എന്നിട്ട് കറിവേപ്പില ഇടാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. കടുകിൻ്റെ കൂടെ കുറച്ച് ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി വറുത്താണ് ഞാൻ ഇടുന്നത്. പിന്നെ വറ്റൽ മുളക്, കറിവേപ്പിലയൊക്കെ. അപ്പോൾ അതിനൊരു പ്രത്യേക മണവും രുചിയുമായിരിക്കും സാമ്പാറിന്. ചെറിയ ജീരകം വറുത്തിട്ട് കഴിയും. സാമ്പാറിന് റെഡി. ഇനി തോരനാണ് വയ്ക്കുന്നത്. തോരന് ഞാനിവിടെ എടുത്തേക്കുന്നത് വെണ്ടയ്ക്കയാണ്. നമുക്ക് വെണ്ടയ്ക്കയോ അതുപോലെ തന്നെ പിന്നെ ക്യാബേജ്, ക്യാരറ്റൊക്കെ എടുക്കാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ പച്ചമുളക്, ഉള്ളി സെപ്പറേറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാനെടുപ്പ് വെച്ച് അതിലേക്ക് തടിയിട്ട് പൊട്ടി കഴിയുമ്പോൾ ഈ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില വെള്ളം ചേർക്കാൻ കേട്ടോ. എനിക്ക് ചില ഐറ്റത്തിനൊന്നും കറിവേപ്പില എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. ഇത്തിരി ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ വെണ്ടയ്ക്ക അരിഞ്ഞ് തോരൻ വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അരയ്ക്കണമെന്നൊന്നുമില്ല, അരയ്ക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ സിമ്പിളായിട്ട് വെണ്ടയ്ക്ക തോരൻ വെച്ച് കഴിയുമ്പോൾ. പാവയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനെ വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പീര ഇട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തോർത്തിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തോരന്, പരിപ്പ്, സാമ്പാർ, ഇങ്ങനെ 3 മെയിൻ ഐറ്റംസും ഉണ്ടാക്കിയെടുത്ത്
വളരെ ഈസി ആയിട്ടാണല്ലോ നമ്മൾ തോരന്, സാമ്പാർ, പരിപ്പൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എന്താ പറയേണ്ടത്, അവിയൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്